ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു മിനി ബ്ലോഗാണ്. വീഡിയോ എടുത്ത് വെച്ചിട്ട് എക്സ്പയറി ഡേറ്റ് കഴിയാറായിട്ടുണ്ട്. ഇപ്പോൾ 1.5 മാസമെങ്കിലും ആയിട്ടുണ്ടായിരിക്കും ഈ വീഡിയോ എടുത്ത് വെച്ച്. ആയാലും പോണ വഴിക്ക് ഒരു ബേക്കറിയിലൊക്കെ കയറിയിട്ടുണ്ട്. ഏതെങ്കിലും പോവാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു നടപ്പാണല്ലോ, ഏതെങ്കിലും ബേക്കറിയിൽ കയറി ജ്യൂസ് കുടിക്കണമെന്ന്. എന്തായാലും ഒരു ബേക്കറി കയറി ഞാനൊരു ഫ്രൂട്ട് സലാഡാണ് ഓർഡർ ചെയ്തത്. ആ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി ഞാൻ ഒരു കുറുക്കുറയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഒന്ന് വഴിയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, അതിന് വേണ്ടിയാണ് ഞാനിത് വാങ്ങിച്ചത്. എൻ്റെ കിഡൂസിനും കൂടെ വാങ്ങിച്ചപ്പോൾ ഒരു കൊതി തോന്നിയും കൂടെയാണ് വാങ്ങിച്ചത് ഗൈസ്. അപ്പോൾ നമ്മൾ എവിടെയാണ് പോണതെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ നെയ്യാർ ഡാമിലോട്ടാണ് പോകുന്നത്. എൻ്റെ മാമിയുടെ വീട് നെയ്യാർ ഡാമാണ്. അപ്പം നെയ്യാർ ഡാമിലോട്ടാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ദിവസമായി മാമി വീട്ടിലോട്ട് പോയിട്ട് മാമിയുടെ ഉമ്മാക്ക് വയ്യാത്തത് കൊണ്ട് മാമിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ മാമിയെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ് നെയ്യാർ ഡാമിൽ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ പോയി പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ന് പറയാൻ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും ഉമ്മ, അനിയൻ, മാമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വീട് വരുന്നത് നെയ്യാർ ഡാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നെയ്യാർ ഡാമിലോട്ട് പോകുന്ന വഴിയാണിത്. ഈ നെയ്യാർ ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണാം നമുക്ക്. പിന്നെ മാമിയുടെ വീടിൻ്റെ പ്രദേശം എന്ന് പറയുമ്പം നല്ല ഒരു വൈബുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് AC-യോ ഒന്നും വേണ്ട ആവശ്യമില്ല. ഭയങ്കര തണുപ്പാണ്. വീടിൻ്റെ പരിസരം എന്ന് പറയുമ്പോൾ ഭയങ്കര വൈബാണ് ഗൈസ്. എന്ന് പറയുമ്പം അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും. ഇത് അടിപൊളിയാണ്. അതിമനോഹരമായ ഒരു ഗ്രാമം എന്നൊക്കെ പറയുന്നത് അതേപോലെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഒരേ ഒരു ഐലൻഡാണ് ഗൈസ് ഇത്. ഇപ്പം ഇവിടെ സിംഹമൊന്നുമില്ല, എല്ലാം മരിച്ചു. ഇപ്പോൾ ഒരു കടുവ മാത്രം ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ആ കടുവ ജീവനോടെ ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായി എൻ്റെ കിഡൂസൊക്കെ പോയിട്ട്, അതുകൊണ്ട് അവരെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ലാസ്റ്റ് ഞങ്ങൾ അങ്ങനെ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ മാമിയുടെ വീട്. ഇവിടെ വന്നിട്ട് ഭയങ്കര ഒരുപാട് റബ്ബർ തോട്ടങ്ങൾക്കിടയിലുള്ള ഒരു വീടാണ്. അത് അടിപൊളിയാണ് ഗൈസ്. അവിടെ ഭയങ്കര തണുപ്പായിരിക്കും എപ്പോഴും. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് മാമിയുടെ വീട്ടുകാരെല്ലാവരും കൂടെ ഏതോ ഒരു പാലം കാണാൻ പോയിരിക്കുകയാണെന്ന്. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും മാമി അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാമിയും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ഞാനും എൻ്റെ കിഡ്യൂസും താഴോട്ട് ഇറങ്ങി. താഴെ വെള്ളമൊക്കെ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അങ്ങോട്ട് വെള്ളമൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. നല്ല വ്യൂ ആണ് ഗൈസ്. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നപ്പോഴാണ് ഒരു റോസാപ്പൂവിൻ്റെ ചെടി കണ്ടത്. അപ്പോൾ പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നി ഞാൻ അതിനെ പിച്ചെടുത്തു. അവിടെ ഉള്ള വീട്ടുകാരോടൊന്നും ചോദിച്ചില്ല, ആരും കാണാതെയാണ് ഞങ്ങൾ ആ പിച്ചെടുത്തത്. ഞാൻ വീട്ടിലെത്തി ചായയും മിച്ചറും ചിപ്സൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം വീട്ടിലോട്ട് പോണ വഴി ഞാൻ നേരത്തെ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫോട്ടോസ് എടുക്കണം, അതുകൊണ്ട് എനിക്ക് നെയ്യാർ ഡാമിൻ്റെ അവിടെ നിർത്തി തരണമെന്ന്. എനിക്കൊരു പാനിപ്പൂരിയും കൂടെ കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നെയ്യാർ ഡാമിലെത്തി. നെയ്യാർ ഡാമിൽ എൻ്റെ കിഡൂസ് അവിടെ ഒരു ചെറിയ പാർക്കുണ്ട്. അപ്പോൾ അവരെ അതിനകത്ത് കയറ്റി അവരെ കുറച്ച് ഹാപ്പിയൊക്കെ ആക്കിയതിന് ശേഷമാണ് ഞങ്ങൾ എൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞാൻ പോയത്. ആണ് ഗൈസ് നെയ്യാർ ഡാമിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഒരു അടിപൊളി പ്ലേസാണ്. എത്ര പ്രാവശ്യം ഞാൻ അടിപൊളി പറഞ്ഞിട്ടുണ്ടെന്ന് അള്ളാഹ്ക്ക് തന്നെ അറിയാം. നിങ്ങൾ എണ്ണിക്കോളൂ ഗൈസ് എത്ര പ്രാവശ്യം ഞാൻ അടിപൊളി പറഞ്ഞിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ തുറന്നിട്ടിരിക്കുകയായിരുന്നു നെയ്യാർ ഡാമിൽ നിന്ന്. പിന്നെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി വന്നു. ഞാൻ മാത്രം ഒരു പാനിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ മാമിയുടെ വീട്ടിലോട്ടും കൂടെ കയറി. എങ്കിലും പോയി കഴിഞ്ഞാൽ മിറർ സെൽഫി പതിവാണല്ലോ. അപ്പോൾ ഒരു മിറർ സെൽഫിയും കൂടെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ഉമ്മക്ക് കുറച്ച് ദിവസം കൊണ്ടുള്ള ക്രേവിങ്സ് ആണ് ഗൈസ് മസാല ദോശ കഴിക്കണം എന്നുള്ളത്. ദോശ കഴിക്കാമെന്നൊക്കെ ഉള്ള ഒരു പ്ലാൻ ആയിരുന്നെങ്കിലും പിന്നെ നമ്മൾ ഖലീഫ മന്തിയിലോട്ടാണ് പോയത്. ഇപ്പം ട്രിവാൻഡ്രത്ത് വന്ന ഒരു ബെസ്റ്റ് മന്തി സ്പോട്ടാണ് ഗൈസ് ഖലീഫ മന്തി എന്ന് പറയുന്നത്. കയറിയപ്പോഴേ ഫുൾ തിരക്കായിരുന്നു. ഇവിടെ നമ്മൾ പേരൊക്കെ കൊടുത്ത് ക്യൂ നിൽക്കണം, എന്നാലേ നമുക്ക് ഡൈനിങ് കിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ പറഞ്ഞു മജ്ലിസ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് മുകളിലെ മജ്ലിസിലോട്ട് ആകുമ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്തിരിക്കാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ മജ്ലിസ് സെലക്ട് ചെയ്തത്. എൻ്റെ കുട്ടികൾക്കെല്ലാം അവിടെ കളിക്കുന്നു, ചിരിക്കുന്നു. മെഹസു ആണെങ്കിൽ ചുമ്മാ തല ആട്ടി പാട്ടൊക്കെ പാടി അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ക്യൂട്ട്നെസ് ഒക്കെ കാണിച്ച് അവൾ അവിടെ ഇരുന്നോളും. നമ്മൾ മന്തി ഓർഡർ ചെയ്തു. നമ്മൾ നോർമൽ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.